ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 10th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 1 വരുന്ന ഭാഗം 2 ഒരു അധ്യായമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അധ്യായം ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായമാണ്. ആ ഒരു അധ്യായത്തിന്റെ 3ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ 2 പാർട്ട് കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാനുള്ള സാഹചര്യം, മണ്ഡൽ കമ്മീഷന്റെ രൂപീകരണം, പിന്നാക്ക വിഭാഗ പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിന് ഒരുക്കിയിട്ടുള്ള സാഹചര്യം, മണ്ഡൽ കമ്മീഷനെ തുടർന്ന് രൂപപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും, ദളിത് പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാനുണ്ടാക്കിയ സാഹചര്യം, വിവിധങ്ങളായിട്ടുള്ള ദളിത് പ്രസ്ഥാനങ്ങൾ, ഇവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സ്ത്രീ മുന്നേറ്റങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റത്തെ കുറിച്ച് കണ്ടു. വിവിധങ്ങളായിട്ടുള്ള പരിസ്ഥിതി പ്രസ്ഥാനങ്ങളും അവയുടെ വിശദാംശങ്ങളും കണ്ടു. ഇന്ന് നമ്മൾ കർഷക പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറച്ച് പെസന്റ് മൂവ്മെന്റ്സ്, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിരവധി മുന്നേറ്റങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അവയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിനായി രൂപപ്പെട്ടിട്ടുള്ളവയാണ് കർഷക പ്രസ്ഥാനങ്ങൾ, കർഷക സമരങ്ങൾ എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നു. എങ്കിൽ കൂടിയും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നിലയിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയെയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ ഈ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. 1980കളുടെ മധ്യത്തോടെ വന്ന സാമ്പത്തിക നയത്തിൽ വന്നിട്ടുള്ള ഈ ഉദാരവൽക്കരണ നയങ്ങൾ ഭക്ഷ്യസുരക്ഷയെയും ഉൽപാദനത്തെയും തൊഴിൽ മേഖലയെയും ഒക്കെ ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളൊക്കെ. അപ്പൊ ഇതിനെതിരായിട്ട് രൂപപ്പെട്ടിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ, കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ രൂപപ്പെട്ടിട്ടുള്ള ഭാരതീയ കിസാൻ യൂണിയൻ BKU എന്നത് ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള ഒരു യൂണിയനാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ കിസാൻ യൂണിയൻ. അതുപോലെ മറ്റൊന്നാണ് മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവയൊക്കെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണമായി പറയാവുന്നതാണ്. ഉത്തർപ്രദേശിലെ ഭാരതീയ കിസാൻ യൂണിയൻ, മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവയൊക്കെ. 2020-21 കാലഘട്ടത്തിൽ ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ഇതാണ് കർഷക സമരം. പിന്നീട് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ചെയ്തത്. ഈ ഒരു സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. 2020-21 കാലഘട്ടത്തിലാണ് ഈ ഒരു കർഷക സമരം ഡൽഹിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ ഒരു കർഷക സമരം. ജനപങ്കാളിത്തം കൊണ്ട് ഈ ഒരു കർഷക സമരം വിജയിക്കുകയും സർക്കാർ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. അടുത്തത് വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം. വിവരാവകാശത്തിനായിട്ടുള്ള പ്രസ്ഥാനവും അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്കും വിജയത്തിനും ഉദാഹരണമായിട്ടുള്ള ഒന്നാണ്. അതായത് വിവരാവകാശം എന്നത് ഇത്തരത്തിൽ പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വിജയവും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. 1990 രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുത്തു ചോദിച്ചിട്ടുണ്ട്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ രാജസ്ഥാനിലാണ് 1990. ഈ ഒരു സംഘടനയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനത്തിന് ആരംഭം കുറിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ രാജസ്ഥാനിലെ ഭീം തഹസിൽ, രാജസ്ഥാനാണെന്ന് മറക്കാതിരിക്കാം, രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നാക്ക പ്രദേശത്തായിരുന്നു ആദ്യമായിട്ട് പൊതു നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ ലഭ്യമാക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല് സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട്
പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന സംശയത്താലായിരുന്നു ഈ ഒരു രേഖകളൊക്കെ ലഭ്യമാക്കുന്നതിനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഈ ഒരു MKSSന്റെ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് വിവരാവകാശത്തിനായിട്ടുള്ള ദേശീയ കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫർമേഷൻ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ അത് പ്രചാരണം ആരംഭിക്കുക. ഇനി ഇത് കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് വിവരാവകാശ നിയമത്തിനായിട്ടുള്ള കരട് രൂപം തയ്യാറാക്കുന്നതിനായിട്ട് നിർദ്ദേശിച്ചു. അപ്പൊ ഇവിടെ ഡൽഹി കേന്ദ്രമാക്കിക്കൊണ്ട് വിവരാവകാശത്തിനായിട്ടുള്ള ഒരു ദേശീയ കൗൺസിൽ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് വിവരാവകാശ നിയമത്തിനായിട്ടുള്ള കരട് രൂപം തയ്യാറാക്കുന്നതിനായിട്ട് നിർദ്ദേശം കൊടുത്തു. ഈ പശ്ചാത്തലത്തിലാണ് 2025 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നു. ഇനി വിവരാവകാശ നിയമത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാം. വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസ്സാക്കുകയും, ഡേറ്റ് ഓർത്തിരിക്കണം, 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2005 ഒക്ടോബർ 12 നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം എന്ന ഈ ഒരു നിയമം ഉറപ്പുവരുത്തുന്നത്. ഇതിൻ പ്രകാരം വിവരങ്ങൾ 30 ദിവസങ്ങൾക്കുള്ളിൽ നൽകേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ PYQ ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്, മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇതിൻ പ്രകാരം, ഈ ഒരു നിയമത്തിൻ പ്രകാരം 30 ദിവസങ്ങൾക്കുള്ളിൽ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇതും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇതിലൊന്നും ഇനി എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഇവയെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഹർജിക്കാരന്റെ ജീവനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങളാണ് എങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായിട്ട് ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന് മേലധികാരികൾക്ക് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്, അപ്പീൽ കൊടുക്കാവുന്നതാണ്. വിവരാവകാശ നിയമത്തിന്റെ നടത്തിപ്പിനായിട്ട് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജനാധിപത്യത്തിൽ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമാർജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിനാലാണ് ഈ ഒരു നിയമം വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പൊ ഇതാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. 2005 ഒക്ടോബർ 12 ഇതിൻ പ്രകാരമുള്ള വിശദാംശങ്ങൾ എടുത്ത് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് ഇത്രയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മറ്റു ചില പ്രാദേശിക പ്രസ്ഥാനങ്ങൾ. വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം, ജീവിത രീതി, മതം, വംശം തുടങ്ങിയവയിലെല്ലാം തന്നെ ഈ ഒരു വൈവിധ്യം ദർശിക്കാനായിട്ട് സാധിക്കും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഉടലെടുക്കുന്ന പ്രസ്ഥാനങ്ങളാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇത്തരം ചില പ്രസ്ഥാനങ്ങളും അവയെ ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെ സമീപിച്ചു എന്നുമാണ് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നിങ്ങനെ 3 തരത്തിലാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം,
തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ശതകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ദ്രാവിഡ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, ദ്രാവിഡ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരത്തിനു മേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുക എന്നതായിരുന്നു. അതും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നുണ്ട്. ഇനി EV രാമസ്വാമി നായ്ക്കർ, പെരിയോർ എന്നറിയപ്പെടുന്ന EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ, സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ ഒരു ദ്രാവിഡ പ്രസ്ഥാനം രൂപമെടുക്കുന്നത് അല്ലെങ്കിൽ ഉടലെടുക്കുന്നത് എന്ന് പറയാം. EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ നേതാവാരാണ് EV രാമസ്വാമി നായ്ക്കരാണ്. ഇദ്ദേഹത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ ഒരു പ്രസ്ഥാനം, ദ്രാവിഡ പ്രസ്ഥാനം രൂപമെടുത്തിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി, DMK ദ്രാവിഡ മുന്നേറ്റ കഴകമായി മാറുകയും ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിൽ എത്തുകയും ചെയ്തു. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം നമുക്ക് കാണാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്, EV രാമസ്വാമി നായ്ക്കരുടെ സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയത്തിൽ നിന്നാണ് ദ്രാവിഡ പ്രസ്ഥാനം രൂപമെടുക്കുന്നത്. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ എല്ലാം തന്നെ സ്വാധീനത്താലാണ് ഈ ഒരു ദ്രാവിഡ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. അദ്ദേഹം EV രാമസ്വാമി നായ്ക്കർ പിന്നീട് ദ്രാവിഡ കഴകം എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുകയും പിന്നീട് അത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി DMK ആയി മാറുകയും ചെയ്തു. പിന്നീട് തമിഴ്നാട്ടില് ഈ ഒരു രാഷ്ട്രീയത്തിൽ വിവിധ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം നമുക്ക് കാണാനായിട്ടും സാധിക്കും. ഇനി കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. അനിയന്ത്രിത കുടിയേറ്റം എന്നത് തന്നെ ഒരു പ്രദേശത്തെ തദ്ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. വംശീയ, ഭാഷ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെയൊക്കെ മുൻനിർത്തി രൂപപ്പെടുന്ന പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അസം പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് എന്താണെന്ന് നോക്കുമ്പോൾ കുടിയേറ്റത്തിനെതിരെ, കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസം പ്രസ്ഥാനം. കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനം. അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതെയാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കുമൊക്കെ കാരണമാകുമെന്നും പ്രക്ഷോഭകാരികൾ ഉന്നയിച്ചു. അതുകൊണ്ട് തന്നെ 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. ഇത് വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരത്തിനുമൊക്കെ വഴിയൊരുക്കി. പിന്നീട് കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുമായിട്ട് ബന്ധപ്പെട്ട് 1985 ഒരു കരാർ ഒപ്പുവെക്കുകയും തുടർന്നുണ്ടായിട്ടുള്ള ജനാധിപത്യ ഇടപെടലുകളും പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് അസം പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ എന്നതാണ്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഈ ഒരു പ്രസ്ഥാനത്തിന്, അസം പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അടുത്തത് സ്വയംഭരണത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിനുള്ളിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്തിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് സ്വയംഭരണത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന ഒരു മനോഭാവം, അല്ലെങ്കിൽ ഭാഷാപരമോ സാംസ്കാരികപരമോ ആയിട്ടുള്ള പ്രത്യേകതകൾ, അസന്തുലിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ
സ്വയം ഭരണം എന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ സ്വയം ഭരണ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളും അവയുടെ സവിശേഷതകളുമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഈ പേരുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി, ഈ വിശദാംശങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ പ്രസ്ഥാനം ഏതാണ്? ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. ഗൂർഖാലാൻഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയാണ്. ഗൂർഖാലാൻഡ് പ്രസ്ഥാനം, ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടന രൂപം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. എന്തായിരുന്നു ഈ പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്? എന്ത് കാരണത്താലാണ് ഈ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, പശ്ചിമ ബംഗാളിൽ, ഗൂർഖാലാൻഡ് പ്രസ്ഥാനം എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം, ഗൂർഖാലാൻഡ് പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുള്ളത്. ഇതിന് പരിഹാരം എന്നോണം 1988 സ്വയം ഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകുകയുണ്ടായി. പിന്നീട് 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം അവിടെ ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഗൂർഖാലാൻഡ് പ്രസ്ഥാനത്തിന് മറുപടി എന്നോണം 2012 ഗൂർഖ ഹിൽ 1988 രൂപീകരിച്ചിട്ടുള്ള ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് പകരമായിട്ട് 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ എന്നത് രൂപീകരിച്ചു. അപ്പൊ ഇതാണ് ഗൂർഖാലാൻഡ് പ്രസ്ഥാനം. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആശയമായിരുന്നു. പക്ഷെ പരിഹാരം ഇപ്രകാരമാണ് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഝാർഖണ്ഡ് പ്രസ്ഥാനം. പേര് തന്നെ നൽകിയിട്ടുള്ളത് കൊണ്ട് എവിടെയാണ് എന്ന രീതിയിൽ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ഝാർഖണ്ഡ് പ്രസ്ഥാനം ഝാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ആരാണ് നേതൃത്വം നൽകിയ സംഘടന എന്ന് ചോദിച്ചാൽ ഝാർഖണ്ഡ് മുക്തി മോർച്ചയാണ് ഝാർഖണ്ഡ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ബീഹാറിൽ നിന്നും ഝാർഖണ്ഡ് മേഖല വിഭജിച്ചുകൊണ്ട് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഝാർഖണ്ഡ് പ്രസ്ഥാനം. ബീഹാറിൽ നിന്നും ഝാർഖണ്ഡ് എന്ന മേഖല വിഭജിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. അതേ തുടർന്ന് 2000 ഝാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കുന്നു. ഝാർഖണ്ഡ് സംസ്ഥാനം എപ്പോൾ രൂപീകരിക്കപ്പെട്ടു? 2000 2000 ഝാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചു. ഇപ്പൊ ഝാർഖണ്ഡ് പ്രസ്ഥാനത്തിന്റെ ഫലമായിട്ടാണ് ബീഹാറിൽ നിന്നും 2000 ഝാർഖണ്ഡ് വിഭജിച്ച് ഒരു സംസ്ഥാനമായി രൂപീകരിക്കുന്നത്. അതിനുവേണ്ടി നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് ഝാർഖണ്ഡ് മുക്തി മോർച്ച. അടുത്തത് തെലങ്കാന പ്രസ്ഥാനം. തെലങ്കാന പ്രസ്ഥാനം നേതൃത്വം നൽകിയത് തെലങ്കാന രാഷ്ട്ര സമിതിയാണ്. ആന്ധ്രാപ്രദേശ് വിഭജിച്ചുകൊണ്ട് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെലങ്കാന പ്രസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നത്. ഇതേ തുടർന്ന് പരിഹാരം എന്നോണം 2014 തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുകയാണ് ചെയ്തത്. തെലങ്കാന പ്രസ്ഥാനം. ഓക്കെ, അപ്പൊ ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട സ്വയം ഭരണാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങളും അവയുടെ വിശദാംശങ്ങളും എന്ന് പറയുന്നത്. ഇനി വിഘടനവാദ പ്രസ്ഥാനം. നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞിരുന്നത് 3 തരം പ്രസ്ഥാനങ്ങളാണ് ഉള്ളത് എന്നാണ്. കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. അതിൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടു, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ കണ്ടു. അടുത്തത് വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ്. ഇങ്ങനെയാണ് പ്രാദേശിക പ്രസ്ഥാനങ്ങൾ വരുന്നത്. അപ്പൊ വിഘടനവാദ പ്രസ്ഥാനത്തിലേക്ക്, ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തിക്കൊണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഈ ഒരു വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഉദാഹരണത്തിന് പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അവയാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തിക്കൊണ്ട്
പഞ്ചാബിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. എവിടെയാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം? പഞ്ചാബിലാണ്. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന ഒരു പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം പഞ്ചാബിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. സിഖ് ജനവിഭാഗത്തിലെ തന്നെ തീവ്ര വിഭാഗമായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിന്, ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് തന്നെ പ്രത്യേക രാഷ്ട്രം വേണം എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായിട്ട് ഇവർ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് സായുധ മാർഗമായിരുന്നു. ആയുധം എടുത്തുകൊണ്ടുള്ള കലാപ രീതിയായിരുന്നു ഇവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. വിഘടനവാദം എന്ന് പറയുന്നത് തന്നെ രാജ്യസുരക്ഷയെയും ഐക്യത്തെയും അഖണ്ഡതയെയും ഒക്കെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. വിഘടനവാദം ജനങ്ങളുടെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. പൗരന്മാരെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും ഭയപ്പെടുത്തി അകറ്റി നിർത്തുന്ന ഒന്നാണ് ഈ വിഘടനവാദം എന്ന് പറയുന്നത്. സമാധാനവും സുരക്ഷിതത്വവും ഒന്നും ഇല്ലാതെ ആവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇത്തരത്തിൽ സായുധ മാർഗം സ്വീകരിച്ച ഇവർ പ്രമുഖ സിഖ് ആരാധന കേന്ദ്രമായിട്ടുള്ള പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി മാറ്റുകയും പിന്നീട് 1984 സുവർണ ക്ഷേത്രത്തിൽ കടന്നുകൂടിയിട്ടുള്ള തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്യുകയുമാണ് ചെയ്തത്. ഈ ഒരു സൈനിക നടപടിയെ തുടർന്നാണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ തന്നെ 2 സിഖ് അംഗരക്ഷകരാൽ തന്നെ വധിക്കപ്പെട്ടത്. നമ്മൾ ഇന്ദിരാഗാന്ധി വധമൊക്കെ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അവയെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി ഇതിനെ തുടർന്ന് 2 സിഖ് അദ്ദേഹത്തിന്റെ തന്നെ 2 സിഖ് അംഗരക്ഷകരാലാണ് വധിക്കപ്പെട്ടത്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഒരു കലാപത്തിൽ ഈ കലാപകാരികളല്ലാതെ ഒരുപാട് നിരപരാധികളായിട്ടുള്ള സിഖുകാരും കൊല്ലപ്പെട്ടു. പിന്നീട് ഈ സ്ഥിതിഗതികൾക്ക് മാറ്റം ഉണ്ടാകുന്നത് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവായിട്ടുള്ള ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്ന് 1985 ഒരു പഞ്ചാബ് കരാർ ഒപ്പുവെക്കുന്നതിലൂടെയാണ്. തുടർന്നുണ്ടായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ജനാധിപത്യ നടപടികളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ വിഘടനവാദം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കി. 1984 ബ്ലൂ സ്റ്റാർ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടി ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെടുന്നത്. അതിനുശേഷം 1985 പഞ്ചാബ് കരാർ. ആരെല്ലാം തമ്മിലാണ്? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും സിഖ് നേതാവായിട്ടുള്ള ഹർചന്ദ് സിംഗ് ലോങ്കോവാളും ചേർന്നാണ് ഈ ഒരു പഞ്ചാബ് കരാർ ഒപ്പിടുന്നതും. പിന്നീട് വിഘടനവാദം എന്ന ഈ ഒരു ജനങ്ങളുടെ സുരക്ഷയെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഈ ഒരു പ്രസ്ഥാനം അവസാനിപ്പിക്കുകയും സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. പഞ്ചാബിലെ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 370 നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു അനുച്ഛേദം 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിട്ടുണ്ടായിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. നേരത്തെ കുറച്ചു കാലം മുന്നേ വരെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കുകയോ പാകിസ്ഥാനിൽ ചേർക്കുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഈ കാശ്മീരിനെ വിഭജിച്ച് ഒന്നെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമാക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങളൊക്കെ പ്രവർത്തിച്ചത്. ഇവർ നടത്തിയിട്ടുള്ള സായുധ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമൊക്കെ വലിയ ഭീഷണി ഉയർത്തുകയുണ്ടായി. ഇവരും സായുധ ആക്രമണങ്ങൾ തന്നെയാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. പിന്നീട് സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ നടത്തുകയും ഈ ഒരു സാഹചര്യത്തെ തുടർന്ന് പിന്നീട് ആർട്ടിക്കിൾ 370 പ്രകാരം, അനുച്ഛേദം 370 പ്രകാരം
ജമ്മു കാശ്മീരിനായിട്ട് അനുവദിച്ചിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. 2019 കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സാകുകയും ചെയ്തു. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സായി. അനുച്ഛേദം 370 പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിക്കുകയും ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സാക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം ജമ്മു കാശ്മീരിലെ സംസ്ഥാന പദവി, ജമ്മു കാശ്മീർ അതിയൊരു പ്രത്യേക അവകാശങ്ങളുള്ള സംസ്ഥാനമായിരുന്നു, സംസ്ഥാന പദവി എടുത്തുകളയുകയും പിന്നീട് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനം. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മു കാശ്മീരിന് അനുവദിച്ചിട്ടുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 എടുത്തു മാറ്റി. പിന്നീട് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം പാസ്സായി. അതേ തുടർന്ന് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു മാറ്റുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കുകയും 2024 ഒരു നിയമസഭയിലേക്ക് സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടത്താൻ ജമ്മു കാശ്മീരിന് സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാവുകയും സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് 2 ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലേതെന്നുപോലെ തന്നെ വടക്കു കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, ഇവിടെ നമ്മൾ പറഞ്ഞത് പഞ്ചാബ്, ജമ്മു പോലെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളായിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ചില വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കാം. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇപ്പൊ പ്രസ്ഥാനം, നേതാവ്, ആവശ്യം, പരിഹാരം എന്നിങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത് മീസോ നാഷണൽ ഫ്രണ്ട്. മീസോ നാഷണൽ ഫ്രണ്ട് എന്ന പ്രസ്ഥാനം, നേതാവ് ലാൽ ഡെങ്കെയാണ്. ലാൽ ഡെങ്കെയാണ് മീസോ നാഷണൽ ഫ്രണ്ട് MNF എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. മീസോ ഗോത്ര വർഗക്കാർക്കായി പ്രത്യേക രാജ്യം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു മീസോ നാഷണൽ ഫ്രണ്ട്. മീസോ ഗോത്രവർഗക്കാർക്ക്, മീസോ എന്ന ഗോത്രവർഗക്കാർക്കായിട്ട് പ്രത്യേക രാജ്യം വേണം എന്നുള്ളതാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. പരിഹാരം എന്നോണം 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടുകൂടി സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകുന്നതിനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്തത്. 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകി. മീസോ നാഷണൽ ഫ്രണ്ട് വഴിയാണ് ഈ ഒരു മിസോറാമിന് സംസ്ഥാന പദവി ലഭിക്കുന്നത്. നേതാവ് ലാൽ ഡെങ്കെയാണ്. ലാൽ ഡെങ്കെ. അടുത്തത് നാഗ നാഷണൽ കൗൺസിൽ. നാഗ നാഷണൽ കൗൺസിലിന്റെ നേതാവ് അങ്കാമി സഫു ഫിസോ. അങ്കാമി സഫു ഫിസോ എന്ന ഇദ്ദേഹമാണ് നാഗ നാഷണൽ കൗൺസിലിന്റെ നേതാവ്. അങ്കാമി സഫു ഫിസോ. എന്തായിരുന്നു നാഗ നാഷണൽ കൗൺസിൽ ആവശ്യപ്പെട്ടത്? നാഗാ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാരങ്ങളുടെ സംരക്ഷണം എന്നിവയായിരുന്നു. നാഗാ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംസ്കാര സംരക്ഷണം എന്നിവയായിരുന്നു നാഗ നാഷണൽ കൗൺസിൽ എന്ന പ്രസ്ഥാനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ പ്രകാരം 2015 നാഗ സമാധാന കരാർ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. നാഗ സമാധാന കരാർ 2015 ഒപ്പുവെച്ചു. ഇവയാണ് വടക്കു കിഴക്കൻ വിഘടനവാദ പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടത്. മീസോ നാഷണൽ ഫ്രണ്ട്, നേതാവ് ലാൽ ഡെങ്കെ. നാഗ നാഷണൽ കൗൺസിൽ, നേതാവ് അങ്കാമി സഫു ഫിസോ. ഓക്കെ. ഇനി ജനാധിപത്യം നേരിടുന്ന മറ്റ് ചില വെല്ലുവിളികൾ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം തുടങ്ങിയ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ.
ഈ പ്രവണതകളൊക്കെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെയും അതുപോലെ രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും എല്ലാം തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ പ്രവണതകൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിവിടെ വിശദമായിട്ട് പഠിക്കാൻ പോവാണ്. ഒന്നാമത് വർഗീയത അഥവാ കമ്മ്യൂണലിസം. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഒരു ആശയത്തെയാണ് നമ്മൾ വർഗീയത അല്ലെങ്കിൽ കമ്മ്യൂണലിസം എന്ന് പറയുന്നത്. ഇത് ചരിത്രാതീത കാലം മുതൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു ആശയമാണ്. ഇപ്പൊ കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ നമ്മുടെ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുകയും അവിടെ വർഗീയത വളർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായിട്ടുള്ള കലാപങ്ങളും ജനതയെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വിഭജിക്കുകയും വർഗീയ ചിന്ത വളർത്തുകയും ചെയ്തു. നമ്മൾ ഭരണഘടനാ മൂല്യങ്ങളായിട്ടുള്ള മതേതരത്വം, സാമൂഹ്യ നീതി പോലെയുള്ള ആശയങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇത്തരത്തിലുള്ള മതാടിസ്ഥാനത്തിലുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഇത്തരത്തിലുള്ള വർഗീയ ചേരിതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായിട്ടുള്ള മതേതരത്വം, സാമൂഹ്യ നീതി പോലെയുള്ള മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ മതത്തിന്റെയും വർഗീയ ചിന്തയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം രൂപപ്പെടുന്നതും സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ജനാധിപത്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലാവുകയില്ല എന്നത് മാത്രമല്ല, ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി വർഗീയത എന്നത് എത്രത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ആശയമാണ് എന്നുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷ നേടുക അല്ലെങ്കിൽ ആ ഒരു വർഗീയതയെ ചെറുക്കുക എന്നത് ജനജാഗ്രത സൃഷ്ടിക്കുക, ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം നൽകുക, അങ്ങനെ ശരിയായിട്ടുള്ള ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുക എന്നതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് വർഗീയതയെ ചെറുക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. ജനങ്ങൾക്ക് വർഗീയത എന്നത് ഒരു വൻ വിപത്താണ് എന്ന ആശയം ഉൾക്കൊള്ളിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അത്തരത്തിൽ ഒരു ശരിയായ രീതിയിലുള്ള ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, ടെൻഷൻസ് ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നൽകിയിട്ടുള്ളത് കുറച്ച് വാർത്താ തലക്കെട്ടുകളാണ്. ഗവർണർക്ക് ആദ്യമായി സമയക്രമം നിശ്ചയിച്ച് സുപ്രീം കോടതി. സമയക്രമം പാലിക്കാത്ത ഗവർണറുടെ നടപടി പരിശോധിക്കാം. നിയമസഭ രണ്ടാമതും പാസാക്കുന്ന ബില്ലിന് 1 മാസത്തിനകം അനുമതി നൽകണം. ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ഗവർണർക്ക് വീറ്റോ അധികാരമില്ല, സുപ്രീം കോടതി. ഇവിടെ നൽകിയിട്ടുള്ള തലക്കെട്ടുകളൊക്കെ വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അധികാര പരിധി ലംഘിക്കുന്ന ഗവർണർമാർക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷം എന്നത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ച് നൽകിയിട്ടുണ്ട് എങ്കിൽ കൂടിയും കൂടുതൽ അധികാരം ആർക്കാണ്? കേന്ദ്രത്തിനാണ്. കൂടുതൽ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ സ്വതന്ത്രമായിട്ട് വിനിയോഗിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് തന്നെ ഭരണഘടന ഉറപ്പ് നൽകുന്നുമുണ്ട്. ഇവിടെ അധികാര വിഭജനം നടത്തുമ്പോൾ ചില അധികാരങ്ങൾക്ക് കേന്ദ്രത്തിന് മേൽക്കൈ ഉണ്ട്, അത് ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടന. എന്നാൽ അതേപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കുന്നതിനുള്ള അവകാശവും സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നം വരുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ നേരിട്ടും അതുപോലെ ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശത്തിൽ കൃത്യമായി വിനിയോഗിക്കാൻ, സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള ഈ അവകാശത്തിൽ ഇടപെടുകയും
കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലരുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായിട്ടും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിനായിട്ടുള്ള അധികാരം ആർക്കാണ്? ജുഡീഷ്യറിക്കാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിട്ടുള്ളത്. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അടുത്ത ക്ലാസ്സോടുകൂടി ഈ ഒരു അധ്യായം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ അത്രയും കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഈ ഓരോ പേരുകളും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ നമ്മൾ ഇന്നത്തെ പാർട്ട് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നാളെ നമ്മൾ ഈ ഒരു അധ്യായം പൂർത്തിയാക്കും. ഒരുപാട് കാര്യങ്ങളുള്ള വലിയൊരു ചാപ്റ്ററാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മൾ നൽകണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിക്കാം കേട്ടോ.